മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന തന്നിന്റെ മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. തുറന്നു വെച്ച പഴയൊരു ബാഗിലേക്ക് ഓരോ തുണികളായി അവൾ ഇങ്ങനെ മടക്കി വെച്ചു. അപ്പോ അവളുടെ കൈകൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിനുള്ളിൽ എന്തോ വലിയൊരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ബാഗിന്റെ ഒരു വശത്തേക്ക് തുണികൾ വെച്ചതിനു ശേഷം അവൾ പതുക്കെ ആ ഒരു ഫോട്ടോ കയ്യിലേക്ക് എടുത്തു. ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ. ആ മുഖത്തേക്ക് നോക്കിയപ്പോ ഇത്രയും നേരം പിടിച്ചു നിൽക്കാൻ നിർത്തിയ ആ ഒരു സങ്കടം മുഴുവൻ തന്നെ അലീനയുടെ കണ്ണുകളിലൂടെ അണ പൊട്ടി ഒഴുകി. ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ വിതുമ്പിക്കൊണ്ട് കരഞ്ഞു. താൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നു കയറിയ ദിവസങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അന്ന് ബ്രിജിത്ത മമ്മി തന്നോട് പറഞ്ഞൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നിനക്ക് ആ വീട്ടിലേക്ക് പോവാം അലീന. നിന്റെ അമ്മയെ നിനക്ക് കാണാം, തൊടാം, സംസാരിക്കാം. പക്ഷേ ഒരിക്കലും നീയാണ് ആ മകളി എന്ന് അവരോട് തുറന്നു പറയരുത്. ആ ഒരു വാക്ക് താൻ ഇന്ന് വരെ അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുന്നു, പാലിച്ചിരിക്കുന്നു. സ്വന്തം അമ്മയുടെ കുത്തുവാക്കുകൾ പോലും അവൾ അവിടെ നിന്നിട്ടൊരു വേലക്കാരിയായി കേട്ടു. അവരിൽ നിന്നും ഒത്തിരിയധികം കുത്തുവാക്കുകൾ കേട്ടിട്ട് പോലും താൻ പിടിച്ചു നിന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വെച്ച് തന്നെ കൈവിട്ടു പോയിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ അലീനയുടെ സങ്കടം ഇരട്ടിച്ചു. ഒരു പക്ഷേ തന്റെ അമ്മ അച്ഛനെ ഇവിടെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, വെറുപ്പും അഹങ്കാരവും മാറ്റിവെച്ച് ഈ കുടുംബത്തോടൊപ്പം തന്നെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതിനമ്മ തയ്യാറായിരുന്നുവെങ്കിൽ തനിക്കും ഇവരോടൊക്കെ സ്വന്തം കുടുംബമായി തന്നെ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാമായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ പെട്ടെന്നങ്ങ് ഇല്ലാതായത്. എങ്കിലും ഒരിക്കൽ തന്റെ അമ്മ തന്നെ തിരിച്ചറിയും അന്വേഷിച്ചു വരുമായിരിക്കുമെന്നൊക്കെ അവൾ ഇങ്ങനെ ചിന്തിച്ചു. ഇനിയിപ്പോ അന്വേഷിച്ചു വന്നാലും ഇല്ലെങ്കിലും തനിക്ക് സങ്കടമില്ല. ഇത്രയും നാൾ ഈ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞല്ലോ. തനിക്ക് ജീവനത്തുള്ളിൽ സ്നേഹിക്കാൻ കുറച്ച് കൂടപ്പിറപ്പുകളെ കിട്ടി. സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ കിട്ടി. അവരുടെ ആ ഒരു സ്നേഹം മാത്രം മതി ഇനിയുള്ള കാലം ജീവിക്കാൻ എന്നൊക്കെ ചിന്തിക്കും. ഈ ചിന്തയിൽ അവളുടെ മനസ്സിൽ ഒരു ചെറിയ ആശ്വാസം നൽകുകയാണ്. അലീന ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ പതുക്കെ ഇങ്ങനെ ബാഗിനകത്തേക്ക് വെച്ചു. ഭവിത തന്നെ ബബിത തനിക്കായി എടുത്തു വെച്ചിരിക്കുന്ന കുറെ അധികം പുതിയ ഉടുപ്പുകളെല്ലാം തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. ഈ വീട്ടിലെ ഓരോരുത്തർക്കും തന്നോട് എത്രമാത്രം സ്നേഹമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോഴാണ് ബബിത മുറിയിലേക്ക് കയറി വരുന്നത്. അവളുടെ മുഖത്തും വല്ലാത്ത സങ്കടം നിഴലിച്ചിരുന്നു. എന്താ, എന്തുകൊണ്ട് എന്തോ കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചോ? ബബിത പതുക്കെ വന്ന് ചോദിച്ചു. എടുത്തു വെച്ചു കൊണ്ടിരിക്കുവാണ് ബബിതയെ, അലീന കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ വേഗം താഴേക്ക് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് ബബിത വേഗം തന്നെ താഴേക്ക് പോയി. അലീന ബാഗ് അടച്ചു വെച്ചുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി വരികയാണ്. താഴെ എല്ലാവരും വല്ലാത്ത മൂകതയിലായിരുന്നു. ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥ. അലീനെ കണ്ടപ്പോൾ കൃഷ്ണമോളുടെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു. അച്ഛാ, അലീന ചേച്ചി ശരിക്കും പോവാണോ? അലീന ചേച്ചി ഇവിടെ നിന്നോളില്ലേ അച്ഛാ? ബാലചന്ദ്രന് വല്ലാതെ നിസ്സഹായതയോടുകൂടെ മകളെ നോക്കി. അതിന് ഞാനല്ലല്ലോ മോളെ അവിടെ ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. അവൾ സ്വയം മനസ്സറിഞ്ഞ് എടുത്ത തീരുമാനമല്ലേ ഇത്. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അവളെ ഇവിടെ നിന്നും പോവും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത് അങ്ങ് ഇടപെടാണ്. അലീന ചേച്ചി പോവേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ. അമ്മയോട് നമുക്ക് ഒന്നുകൂടി സംസാരിച്ചു നോക്കാം. അമ്മക്ക് കാര്യം മനസ്സിലാവും. ആ, അത് ശരിയാ, നമ്മൾ ഒന്നുകൂടി സംസാരിച്ചു നോക്കാമെന്ന് കൃഷ്ണമോളും അതിനെ അനുകൂലിച്ചു. പക്ഷേ ബാലചന്ദ്രൻ അത് വിലക്കി. ഇനി അതൊന്നും ശരിയാവത്തില്ല. മാഡത്തിനോട് നിങ്ങൾ ആരും ഇനിയിപ്പോ സംസാരിക്കാനൊന്നും പോവണ്ട. വെറുതെ എന്തിനാ? മാഡത്തിന്റെ സ്വഭാവം നമ്മൾ കണ്ടതല്ലേ. അവിടെ പോയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടായോ? എന്നിട്ട് അവരത് കേട്ടോ? അപ്പൊ പിന്നെ ഇനി എന്തായാലും കാല് പിടിക്കാനും ആരും ഒന്നും പോവണ്ട. മാഡത്തിന്റെ മനസ്സിന് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും അലീന അവരുടെ അടുത്തേക്ക് ചെന്നു. ദേ, ഞാൻ പോയെന്ന് കരുതിയിട്ട് ആരും പഠിത്തം മുഴപ്പൊന്നും ചെയ്യരുത് കേട്ടോ. 3 പേരും നന്നായിട്ട് പഠിക്കണം. എപ്പോഴും നല്ല കുട്ടികളാണെന്ന് കേൾക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവരിങ്ങനെ ഒരു ചിരിയോടുകൂടെ പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്രൻ പതുക്കെ ചിരിച്ചുകൊണ്ട് പറയാണ്. നീ ഉള്ളത് കൊണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ പോയി. ഇനി നീ പോയി കഴിയുമ്പോൾ അറിയാം ഇവരുടെ തനി നിറം. അതെ അച്ഛാ, ഞങ്ങൾ അത്രക്ക് അങ്ങോട്ടേക്ക് കൊച്ചാക്കൊന്നും വേണ്ട കേട്ടോ, കൃഷ്ണമോള് പരിഭവത്തോടെ പറഞ്ഞു. അലീന വീണ്ടും അവരെ ഉപദേശിച്ചു. ഞാൻ എന്നും ഫോൺ വിളിച്ച് അന്വേഷിക്കും. എങ്ങാനും ഉഴപ്പിയിട്ടുണ്ട് എന്നെങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും കേട്ടോ. അങ്ങനെ ചിരിച്ചും കളിച്ചും സംസാരിച്ചിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിറയുന്നുണ്ടായിരുന്നു. മുൻപ് തന്നെ ബാലചന്ദ്രൻ കുട്ടികളോട് ഒരു കാര്യം കർക്കശമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും അലീനയുടെ മുന്നിൽ സങ്കടം കാണിക്കരുത് എന്ന്. അവൾ ഇവിടെ സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് പോയിക്കോട്ടെ, പാവം. നിങ്ങൾ വീണ്ടും കരഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അങ്ങനെ അവളുടെ മനസ്സ് വേദനിപ്പിച്ച് വിടരുത്. ഇത് കാരണം ബബിതക്കോ കൃഷ്ണമോൾക്കോ രോഹിത്തിനൊക്കെ ഭയങ്കര സങ്കടമുണ്ടെങ്കിലും അവരതൊന്നും തന്നെ പുറത്തി കാണിക്കാതെ അടക്കി പിടിച്ച് നിൽക്കുമായിരുന്നു. എങ്കിലും കൃഷ്ണമോൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അലീന ചേച്ചി ഇവിടെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫോൺ ചെയ്യാമോ?
ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാമോ? ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? നൂറ് നൂറ് ചോദ്യങ്ങളായിരുന്നു ആ ഒരു കൊച്ചു മനസ്സിൽ. അലീന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ അവിടേക്കൊന്ന് പോകുന്നതല്ലേ ഉള്ളൂ. അവിടെ എങ്ങനെയാണെന്നും എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. അച്ഛൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അവിടെ ചെല്ലട്ടെ, ചെന്ന് കഴിഞ്ഞ് ഞാൻ നോക്കാം. ലീവിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. പിന്നെ ഞാൻ ഒത്തിരി ദൂരത്തേക്കൊന്നല്ലല്ലോ പോകുന്നത്. ഒരു 3-4 മണിക്കൂർ മാത്രമേ യാത്രയുള്ളൂ ഇവിടെ നിന്ന്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ആരും പേടിക്കൊന്നും വേണ്ട. ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് ഓടി വരും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ ഇടപെട്ടു, സമയം പോയിക്കൊണ്ടിരിക്കുക. നീ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. എനിക്ക് നിന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് വേണം തിരികെ വരാനുള്ളതാ. ശരി അച്ഛാ എന്ന് പറഞ്ഞ് അനീന മുകളിലേക്ക് പോവാൻ തുടങ്ങി. അന്നേരം ബാലചന്ദ്രൻ വിളിച്ചു പറഞ്ഞു, അതെ, ഒരു കാര്യം കൂടി, ഞാൻ വാങ്ങിത്തന്ന ആ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് താഴേക്ക് വരണം. എന്നിട്ട് വേണം റെഡി ആയിട്ട് വരാന്. അനീന ഒന്നിങ്ങനെ നോക്കി. അല്ല അച്ഛാ, അത് വേണോ? വേണം, അത് ഇട്ടോട് നീ ഇങ്ങോട്ടേക്ക് വന്നാ മതിയെന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. അലീന വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് മുറിയിലേക്ക് പോയത്. ഡ്രസ്സ് മാറുന്ന സമയത്തും അവളുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. താൻ ആരുമില്ല താൻ ആരുമല്ല ഈ വീട്ടിൽ, വെറും ഒരു വേലക്കാരി. എന്നിട്ട് പോലും ഇവിടുത്തെ അച്ഛൻ തന്നെ സ്വന്തം മകളെക്കാൾ കാര്യമായിട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനൊരു അച്ഛനെ കിട്ടാൻ ഏത് മക്കളും ഒരുപാട് ആഗ്രഹിക്കും. പക്ഷേ സ്വന്തം അമ്മക്ക് അതിനുള്ള യോഗമില്ലാതായി പോയല്ലോ. ഇത്രയും നല്ലൊരു ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ ഇങ്ങനെയൊന്നും കാണില്ലായിരുന്നു. സ്വന്തം ഭാഗത്ത് ഒരു തെറ്റുള്ളപ്പോ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി ജീവിക്കണമായിരുന്നു. പക്ഷേ അച്ഛന്റെ തലയിൽ കയറിയിരിക്കുവാണല്ലോ അമ്മ. അതിനു വേണ്ടിയിട്ടല്ലേ അമ്മ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഓർത്തപ്പോ അവളുടെ നെഞ്ചൊന്ന് വിങ്ങി. അലീന ബാലചന്ദ്രനെ ഇങ്ങനെ വാങ്ങിക്കൊടുത്ത ആ ഒരു വില കൂടിയ സാരിയും ഒപ്പം കുറച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിങ്ങനെ, ഇന്ന് വരെ അലീന ഇത്രയും വില കൂടിയ സാരികളൊന്നും ഇട്ടിട്ടില്ല. ഓർഫനേജിലെ ജീവിതത്തിൽ ആരെങ്കിലും ദാനമായി തന്ന പഴയ ഉടുപ്പുകൾ മാത്രമായിരുന്നു അവളുടെ ലോകം. അവിടെ എല്ലാവരും ഇട്ട് പഴകി കഴിയുമ്പോഴാണ് പലപ്പോഴും പുതിയത് പോലുമല്ലാത്ത ഡ്രസ്സുകൾ കിട്ടുന്നത് തന്നെ. ഓണമോ വിഷുവൊക്കെ വരുമ്പോൾ മാത്രം വല്ലപ്പോഴും കിട്ടുന്ന പുതിയ ഡ്രസ്സ്. അതിൽ ഒരു പരാതിയോ പരിഭവമോ അവൾക്ക് ഇവിടെ നിന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കോ ഇന്ന് വരെ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ ഗതികേട് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയെ കണ്ടപ്പോ അവൾ അത്ഭുതത്തോടെ നിന്നുപോയി. വാവ്, അലീന ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അലീന ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ ഈ വീട്ടിലെ അടുക്കള കിടന്ന് ജോലി ചെയ്തോണ്ടിരിക്കുന്ന പെൺകുട്ടിയാണെന്ന് ആരും പറയത്തില്ല. അത്ര നല്ല ഭംഗിയാ അലീന ചേച്ചിയെ കാണാനേ. കൈപിടിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുപോവാണ് കൃഷ്ണമോള്. താഴെ എത്തിയ കൃഷ്ണമോള് എല്ലാവരെയും വിളിച്ചു കൂട്ടി. ദേ, എല്ലാവരും ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അപ്സരസിനെ പോലെ സുന്ദരിയായി തന്നെ അലീന വന്ന് നിൽക്കുന്നു. ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ സ്വർണമാലയും അതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇങ്ങനെ അണിഞ്ഞു കാണുന്നത്. അവളെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം നിറഞ്ഞു. ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, കൊള്ളാടി, ഇപ്പൊ തന്നെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ദേ ഞാനൊക്കെ ഇങ്ങ് മാറി നിൽക്കേണ്ടി വരും. അലീന നാണത്തോടെ ഇങ്ങ് തല താഴ്ത്തി. അങ്ങനെയൊന്നും പറയരുത് അച്ഛാ. എങ്കിൽ വേഗം ബാഗൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് ഇറങ്ങാം, ബാലചന്ദ്രൻ പറഞ്ഞു. ഞാൻ പോയി എടുത്തോണ്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ബബിതയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവൾ അവിടെ നിന്ന് തന്റെ മുറിയിലേക്ക് ഓടിപ്പോയിട്ട് അങ്ങ് കഥ കടച്ചു. ഈ വീട്ടിൽ അലീന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതൊരു പക്ഷേ ബബിതയെ തന്നെയായിരിക്കും. സ്വന്തം അമ്മയുടെ മകളാണ് അലീന എന്നൊന്നും അവൾക്കറിയില്ലല്ലോ. എങ്കിലും ഏതോ ഒരു ജന്മബന്ധം പോലെ തന്നെ അവൾ അലീനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ആ ഒരു സ്നേഹം നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ആ സ്നേഹം മുഴുവൻ ദേഷ്യവും പരിഭവവുമാണ്. അങ്ങനെയാണ് ഇനി അവൾ പുറത്ത് കാണിക്കാനുള്ളത്. രോഹിത് അലീനയുടെ ബാഗുകൾ എടുത്തുകൊണ്ട് തന്നെ കാറിനകത്തേക്ക് വെച്ചു. എല്ലാവരോടും യാത്ര ചോദിക്കാൻ വന്ന അലീന നോക്കുമ്പോൾ ബബിതയെ മാത്രം അവിടെ കാണുന്നില്ല. കൃഷ്ണമോളെ, ബബിത എന്തേ? അവൾ തിരക്കി. ബബിതേച്ചി മുറിയിലുണ്ട്, കൃഷ്ണമോള് പറഞ്ഞു. രോഹിത് അലീനയുടെ ബാഗുകൾ ആ കാറിനകത്തേക്ക് വെക്കാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന പോവാൻ നോക്കുമ്പോൾ ബബിതയെ മാത്രം കാണാനില്ല. കൃഷ്ണമോള് മുറിയുടെ അകത്തേക്ക് ചെന്ന് വിളിച്ചു. ദേ ബബിതേച്ചി, അലീന ചേച്ചി പോവാൻ ഇറങ്ങുക, വേഗം വായോ. ഉള്ളിലിരുന്ന് വിതുമ്പിക്കൊണ്ടത്തിന് ബബിത വിളിച്ചു പറഞ്ഞു. ഞാനൊന്നും അങ്ങോട്ടേക്ക് വരുന്നൊന്നുമില്ല. പോകുന്നവരോടൊക്കെ മര്യാദക്ക് പോവാൻ പറ. ഇത് കേട്ട് സങ്കടത്തോടെ കൃഷ്ണമോള് താഴേക്ക് വന്ന് കാര്യം പറഞ്ഞപ്പോ അലീന പറഞ്ഞു, സാരമില്ല, ഞാൻ പോയി നോക്കാം. അങ്ങനെ അലീന ബബിതയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ ജനൽ വഴി ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് നോക്കി വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ബബിതയെ, അലീന പതുക്കെ വിളിച്ചു. അവളൊന്നും അനങ്ങിയില്ല. അലീന പിന്നിലൂടെ ചെന്ന് അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എന്തിനാ എന്റെ മോളിങ്ങനെ കരയുന്നത്? കരയൊന്നും വേണ്ട കേട്ടോ, സങ്കടപ്പെടണ്ട. ദേ, ഞാൻ പോയിട്ട് ഇനി എനിക്കൊരു ലീവ് കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരില്ലേ, പിന്നെ നീ എന്തിനാ അങ്ങനെ കരയുന്നത്? ബബിത കണ്ണു തുടച്ചുകൊണ്ട് ദേഷ്യം നടിച്ചു. പിന്നെ എനിക്ക് സങ്കടമൊന്നുമില്ല, പോകേണ്ടവരൊക്കെ പോകാം. എന്നോട് ആരും അങ്ങനെ യാത്ര പറയേണ്ട കാര്യമൊന്നുമില്ല. വേഗം ഇറങ്ങാൻ നോക്ക്. എന്നോട് എന്തിനാ യാത്ര പറയുന്നത്? ഞാൻ എന്തിനാ അതിനൊക്കെ? നിങ്ങളുടെ ആരാ ഞാന്? അവളുടെ ആ വാക്ക് കേട്ടപ്പോ അലീനയുടെ കണ്ണു നിറഞ്ഞു.
ബബിത അപ്പോഴും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ഉള്ളിലെ സ്നേഹം മുഴുവൻ അവൾ ഒരു ദേഷ്യമായി പുറത്തു കാണിക്കുകയാണ്. എല്ലാവരെയും കൂടുതലായിട്ട് തന്നെ ബബിത സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരേക്കാൾ കൂടുതലായിട്ട് തന്നെ ബബിത തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം അലീനക്ക് അറിയാമായിരുന്നു. അങ്ങനെ അലീന അവളുടെ കവിളിലൂടെ ഒഴുകി കണ്ണുനീരൊക്കെ പതുക്കെ തുടച്ചു കൊടുത്തു. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ശരി, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അലീന പുറത്തേക്ക് ഇറങ്ങിയപ്പോ ബബിതക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതിന് മുൻപ് ഇത്രയും വലിയൊരു സങ്കടം അവൾക്ക് ഉണ്ടായിട്ട് പോലുമില്ല. സ്വന്തം അമ്മയെ വൈജയന്തി ഈ വീട് വിട്ടു പോയിട്ട് പോലും ഒരു തുള്ളി കണ്ണീര് പോലും അവൾ വീഴ്ത്തിയിട്ടില്ല. പക്ഷേ അലീന പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്കത് സഹിക്കാൻ പാടായിരുന്നു. താഴെ വന്ന് അലീന കൃഷ്ണമോളോട് രോഹിത്തിനോടൊക്കെ യാത്ര പറഞ്ഞു. എല്ലാവരോടും ഇങ്ങനെ ടാറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പതുക്കെ കാറിനകത്തേക്ക് കയറി. ബാലചന്ദ്രന്റെ മുഖം വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും പുറത്ത് കാണിച്ചില്ല. കാറ് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോ കൃഷ്ണമോൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് അങ്ങ് ഓടിപ്പോയി. ഈ സമയത്ത് തന്നെ ബബിത ജനലരികിൽ നിന്ന് ആ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. കാറ് മുറ്റത്തേക്ക് നീങ്ങുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോ അവൾ താഴേക്ക് ഓടി വന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അവൾ കാറിന്റെ ഗേറ്റ് തുറന്നു പോകുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഉറക്കെ അങ്ങ് പൊട്ടിക്കരിയാണ്. അത്രക്കധികം സങ്കടമുണ്ടായിരുന്നു അവൾക്ക്. കാറിലെ യാത്രയിൽ അലീനയും ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. വല്ലാത്തൊരു മൂകത ആ കാറിനകത്തേക്ക് നിറഞ്ഞു നിന്നു. ഇടയ്ക്ക് ബാലചന്ദ്രൻ ചോദിച്ചു, എന്തു പറ്റി അലീന, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. കണ്ണടച്ച് സീറ്റിലേക്ക് അങ്ങ് ചാരിയിരുന്നു. നല്ല സങ്കടമുണ്ട് അലീനക്ക്. അവളെ വെറുതെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ബാലചന്ദ്രന് പിന്നീട് അവളോടൊന്നും തന്നെ മിണ്ടിയില്ല. അങ്ങനെ കുറെ ദൂരെ ചെന്നു കഴിഞ്ഞപ്പോ അലീന കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കി. തീർത്തും അപരിചിതമായ സ്ഥലങ്ങൾ, മരങ്ങൾ, കാടുകൾ, അങ്ങനെ വല്ലാത്തൊരു മൂകമായ റോഡുകൾ. അച്ഛാ, ഇതേതാ സ്ഥലം? അവൾ ചോദിച്ചു. ദേ, നമ്മൾ അഞ്ജലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിനക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോട്ടൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാം. ബാലേന്ദ്രൻ പറഞ്ഞു. വേണ്ടച്ചാ, എനിക്ക് വിശക്കുന്നില്ല. ഹേയ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഹോട്ടലിന്റെ മുന്നിൽ കാറ് നിർത്തിയിട്ട് അവർ അങ്ങനെ അകത്തേക്ക് പോയി. അലീനക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല. കുട്ടികളെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. അവൾ ആഹാരം കഴിച്ചു കാണുമോ? കൃഷ്ണമോളും ബബിതയുടെ കരച്ചിൽ നിർത്തിയിട്ടുണ്ടാവുമോ? നൂറ് ടെൻഷനുകൾ അവളുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയി. ബാലചന്ദ്രനെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തൊക്കെയോ കുറച്ച് കഴിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് വേഗം തന്നെ എഴുന്നേറ്റു. വീണ്ടും കാർ അങ്ങനെ യാത്ര തുടങ്ങി. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു. സങ്കടപ്പെടുന്നു വേണ്ട അലീന, നീ പോകുന്ന സ്ഥലം എന്തായാലും നല്ലത് തന്നെയാ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിനക്ക് അവിടെ ഒരുവിധ കുറവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് ഇത്രയും നേരം മനസ്സിൽ അടക്കി പിടിച്ച ആ ഒരു ചോദ്യം അലീന ചോദിച്ചത്. അല്ലച്ചാ, ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഈ കുളത്തുപുഴയിൽ അവിടെ ആരാ ഉള്ളത്? അച്ഛനറിയാവുന്ന ആരുടെയെങ്കിലും വീട്ടിലേക്കാണോ എന്നെ കൊണ്ടുപോയി വിടുന്നത്? അത് കേട്ടപ്പോ ബാലചന്ദ്രൻ അങ്ങ് വല്ലാതായി. വണ്ടി ഓടിക്കുന്നതിന് തന്നെ അദ്ദേഹം ഒന്ന് പരിങ്ങി. അത് പിന്നെ എന്താച്ചാ, അത് ഞാൻ എങ്ങനെയാ നിന്നോട് പറയാ? അലീനക്ക് സംശയമായി. അതെന്താച്ചാ, അച്ഛൻ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഏയ്, അത് പിന്നെ കാര്യം എന്താന്ന് വെച്ചാ അച്ഛൻ പറ, അവൾ നിർബന്ധിച്ചു. ബാലചന്ദ്രൻ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. അതെ, ഞാൻ നിന്നെ വെറുതെ ഒരിടത്തേക്ക് കൊണ്ടുപോയി വിടാന്ന്, അങ്ങനെ ഒരു ഇവിടത്തേക്ക് കൊണ്ടുപോയി വിടുന്നില്ലാന്ന് നിനക്കറിയാലോ. ഈ വീട്ടിൽ നീ ഒരു സെർവന്റ് ആയിട്ടാ ഇത്രയും കാലം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നീ പോവാൻ പോകുന്ന വീട്ടിൽ നീ ഒരിക്കലും ഒരു ജോലിക്കാരി ആയിരിക്കില്ല. അലീനക്കൊന്നും മനസ്സിലായില്ല. അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? അപ്പോ എന്നെ ജോലിക്കാരിയായിട്ടല്ലേ കൊണ്ടുപോകുന്നത്? അല്ല ലീന, നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ആ വീട് അല്ലെങ്കിൽ ആ ആളുടെ പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് മനസ്സിലാവും അതാരാണ് എന്താണെന്നൊക്കെ. എന്താച്ചാ, ആരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുളത്തുപുഴയിൽ ഇനിയിപ്പോ ആരെങ്കിലും ബന്ധുക്കളുണ്ടോ? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. അപ്പോഴാണ് ബാലചന്ദ്രൻ ആ ഒരു വലിയ സത്യം അവളുടെ മുന്നിലേക്ക് അങ്ങ് പറയുന്നത്. നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു സെർവന്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലയില്ല. നിന്റെ അച്ഛന്റെ അടുത്തേക്കാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. ഒരു നിമിഷം അലീനയുടെ ഹൃദയമിടിപ്പ് അങ്ങ് നിലച്ചുപോയി. കാറിലെ AC കാറ്റിൽ പോലും അവൾ വല്ലാതെ അങ്ങ് വിയർത്തു തുടങ്ങി. അച്ഛന്റെ അടുത്തേക്കോ? അതെ, നിന്റെ സ്വന്തം അച്ഛൻ, നിനക്ക് ജന്മം തന്ന നിന്റെ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് ബാലചന്ദ്രൻ ആവർത്തിച്ചു. അലീനക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം അവൾ ഞെട്ടിത്തെറിച്ചു പോയി. ജനിച്ചിട്ട് ഇന്നേ വരെ താൻ തന്റെ സ്വന്തം അച്ഛനെ കണ്ടിട്ടില്ല. ഒരു ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലാതെ തന്റെ അച്ഛൻ. ആ ചിന്തകളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അവളുടെ മനസ്സിലേക്ക് അങ്ങ് ആഞ്ഞടിച്ചു. വല്ലാത്ത അമ്പരപ്പോടു കൂടെ തന്നെ അവൾ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നുപോയി. അങ്ങനെ ആകെ സ്തംഭിച്ചു പോയി നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.